അതും കിട്ടിയോ? അയ്യോ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഓഫ് റോഡ് വന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. എന്തായാലും സംഭവം കൊള്ളാല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഓഫ് റോഡ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഭയങ്കര സീനായിരുന്നു. നമുക്കടുത്ത് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു ദൂരം നടക്കാനുണ്ട്. ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഉള്ളത് ചിക്കമംഗളൂർ ആട്ടോ. അപ്പൊ ആദ്യമേ ഞാൻ ആ ഒരു ഇൻട്രോ എടുത്തത് ഗൈസ്, ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ മുമ്പോട്ട്. ഗൈസ്, എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഓൾറെഡി ഇതുപോലെ ഒരു ട്രെക്കിങ്ങിന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും സീനായിരുന്നു ഇത്. എന്തിനും പറ. പിന്നെ ഞാൻ ഇത്രയും നേരമായിട്ട് ഛർദ്ദിച്ചില്ല കേട്ടോ ഗൈസ്. എനിക്ക് എവിടെ പോയാലും ഛർദ്ദിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓ ഗൈസ്, ഇവിടെ ഒരു നൈസ് വെള്ളച്ചാട്ടം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലോട്ട് നിൽക്കുന്നത്. ഇത്ര നേരം ചൂടായിരുന്നു. ഇവിടെ വന്നപ്പോ ഒന്ന് നല്ല തണുപ്പുണ്ട്. അതെ, വെള്ളച്ചാട്ടം ഞാനും കൂടെ കാണിച്ചു തരാം. ഹേയ്, എന്തെങ്കിലും പറയാനുണ്ടോ? റെയിൻബോ റെയിൻബോ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു അത് സാഹസികമായിട്ട് ഒരാൾ വീഡിയോ എടുക്കുന്ന ആള്. ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളി, ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതെങ്ങനെയുണ്ട്? ഈ പ്ലേസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് ഗൈസ്. ഇത് ഏതോ ഒരു വാട്ടർഫോൾസ് ആണ്. പക്ഷെ ഞങ്ങള് ഓഫ് റോഡ് ഒക്കെ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ബൈ. നിങ്ങൾക്ക് ഇതിലെ കൂടെ ഇറങ്ങി പോവാം. അങ്ങോട്ട് പോയ വെള്ളം നനയ്ക്കാറുണ്ട്. ഹായ്, നല്ല തണുപ്പുണ്ടല്ലേ. എങ്ങനുണ്ട്? കഴിച്ചിരിക്കും. ഗൈസ്, നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ ആ വ്യൂ നിങ്ങൾ കാണിച്ചു തരാം.
ഇതൊന്ന് വാച്ച് ചെയ്യേണ്ട സ്ഥലമാണ്. റൈഡ് സൂപ്പർ. ഞങ്ങൾ ഫസ്റ്റ് ടീച്ചേഴ്സിനോട് വെറുതെ വന്നു. ടീച്ചേഴ്സിനോട് ചില്ലായിരുന്നു. ടീച്ചേഴ്സിലായിരുന്നു. നമ്മള് പുറകിലൊരു ഞങ്ങൾ ഡ്രൈവർ അണ്ണന്റെ കൂടെ ചെയ്തതാണ്. ഞങ്ങളുടെ അതിൽ ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സൂയിസൈഡ് പോയിന്റ്. നേരത്തെ നമ്മൾ കണ്ടത് 360 വ്യൂ പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇത് സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇവിടുന്ന് വീണ പൊടി പോലും കിട്ടില്ല ഗൈസ്. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞല്ലോ മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചിക്കമംഗ്ലൂർ സൂയിസൈഡ് പോയിന്റ്, കർണാടക. ഓക്കെ, സബ്സ്ക്രൈബ്. എന്തായാലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് സ്ഥലം? അതെ, എന്റെ വ്ളോഗ് കാണുന്ന പഠിക്കുന്ന പിള്ളേരാ. അതെവിടെയാണോ? അതെ, കഴിഞ്ഞാണ് നമ്മൾ കണ്ട സ്ഥലമാണ് ശ്രീവല്ലി ഷൂട്ട് ചെയ്തത്. ഗൈസ്, അപ്പം ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടിലൊക്കെ കേട്ടോ. ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇത് നമ്മള് 3ാമതായിട്ട് വന്ന വ്യൂ പോയിന്റ് കേട്ടോ. സെറ്റ് സാധനമാണ്. ഇവിടെ എല്ലാവരും ഇപ്പൊ ഫോട്ടോഷൂട്ടിലാണ്. നമ്മളിവിടെ ഫോട്ടോഷൂട്ട് എടുക്കുവാണ്. ഗൈസ്, ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒറ്റ രക്ഷയില്ല കേട്ടോ. സെറ്റ് സ്ഥലം. സെറ്റല്ലേ? ഈ വ്യൂവിന്റെ പേരെന്താ? പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് കണ്ണപ്പ് നിർത്തിയതാണ്. ഇവിടെ കുറെ കാളയുണ്ട് കേട്ടോ ഗൈസ്. കാളനെ കടിച്ചരാ. കാളതോ ബാക്കിൽ കുറെ കാള നമ്മളെ കുത്താൻ വരുന്നുണ്ട്. എല്ലാം സെറ്റ് സ്ഥലമാണ് ഗൈസ്. ഇപ്പൊ നമ്മള് ഈ വ്യൂ പോയിന്റിന്റെ മണ്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ മേളിൽ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ നൈസാന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ മേളിലോട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സൈഡൊക്കെ സെറ്റാണ്. ഇതായിട്ട് ഇതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം സെറ്റ്. ഇവിടെ നമ്മൾ വന്ന സമയത്ത് സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫുള്ളായിട്ട് താഴേക്ക് പോയി. ഗൈസ്, ഇവർക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വരാം. ഗൈസ്, എനിക്ക് വേണ്ടി കഴിക്കാൻ നല്ലവനായ ഉണ്ണി എന്തോ കൊണ്ടിരുന്നു. നമുക്കത് എന്താന്ന് നോക്കാം. തണ്ണിമത്തനാണ് ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത്? കമന്റ് ചെയ്യൂ. എനിക്ക് തോന്നി അങ്ങനെയുണ്ട്. ഓ, തണ്ണിമത്തൻ നല്ലോണം ഫ്രോസൺ ആയിട്ടിരിക്കുന്നു കേട്ടോ. പല്ല് പുളിക്കുന്നു. എന്റെ സെൽഫി സ്റ്റിക്കിന് ഈ ഒരു സ്വിച്ച് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സീൻ വരുന്നത്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഭയങ്കര ഫ്രോസൺ ആയിട്ടിരിക്കുന്നു. തണുപ്പത്ത് പറ്റുന്നില്ല. എങ്ങനെയുണ്ട് സ്ഥലം? നമ്മുടെ IV Day 2 ഏകദേശം ഈ ഒരു പ്രോഗ്രാം കൂടെ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ട്രക്കിങ്ങിന്റെ ജീപ്പിന്ന് ബസ്സിലേക്ക് പോകണം. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് രാത്രി സ്റ്റേ ഇല്ല. ഇന്നലെ ഞങ്ങള് വയനാട്ടിലായിരുന്നു സ്റ്റേ. ഇന്ന് രാത്രി സ്റ്റേ ഇല്ല. ഇന്ന് നമ്മൾ ഫുൾ വണ്ടിയിലായിരിക്കും. ഗൈസ്, നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ വ്യൂ ഞാൻ കാണിച്ചു ഗൈസ്. എന്റെ ക്യാമറയുടെ നല്ലൊരു ക്വാളിറ്റി കാരണമാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റാത്തത്. സത്യം പറഞ്ഞ എന്റെ ബാക്ക് വ്യൂ ഭയങ്കര നൈസ് ആട്ടോ ഗൈസ്. എല്ലാരും രാവിലെ എഴുന്നേറ്റ് എല്ലാം മൈക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ, എന്നാലും ഒരുത്തം തപ്പാൻ തുടങ്ങി. അതിന്റെ ക്യാമറയുടെ മെമ്മറി കാർഡ് നമ്മളെ കൂടെ ശബ്ദമെങ്കിലും കാണാവോ? എന്റെ പേര് വിളിക്കും. ഞാനോട്